ഹഹാന കൃഷ്ണ സിന്ധു കൃഷ്ണ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷം വേണ്ട വീണ്ടും എയറിലോട്ട് പോകാൻ വേണ്ടി അങ്ങ് കച്ച കെട്ടി ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കുറേ നാൾക്കെന്ന് പറഞ്ഞാൽ സോറി ഗൈസ്, ഒരാഴ്ച മുമ്പെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എന്തെങ്കിലും ഓരോരോ വള്ളി കേസായിട്ട് ഓരോ ആഴ്ചയിലും കയറി വരും. ചെറിയ മൈക്കിന്റെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ട് നമ്മുടെ അമ്പലത്തിൽ ചെറിയൊരു ഉത്സവമൊക്കെയാണ്. അതുകൊണ്ട് ഓക്കെ, എന്തായാലും ഈ ഒരു ഫാമിലിയോട് താല്പര്യമില്ലാത്തവരൊന്ന് കമന്റ് ഇടണേ. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവരും ഫോളോ ചെയ്യുന്ന ലൈക്കും കൂടെ അടിക്കുക. ഓക്കെ, അപ്പോൾ ചേച്ചിയുടെ പുതിയ എന്താ പറയണ്ടേ ഒരു ഓൺലൈൻ ബിസിനസ് വേണമെങ്കിൽ പറയാം. ഈ തുണിയുടെ തന്നെ ഇപ്പൊ തുണിയാണല്ലോ ട്രെൻഡിങ്. തേടെ 14,999 രൂപ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ചേച്ചിയെ കണ്ട ഈ സാരിയുടെ പേരാണ് രുക്മിണി. അത് അവരിട്ട പേരാട്ടോ, രുക്മിണി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അത്യാവശ്യം ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 7,499 രൂപയാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ഇതാണ് സാരിയും കാര്യങ്ങളൊക്കെ. ഈ 7,099 രൂപ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഞാനിവിടെ ചാനലോ കാര്യങ്ങളോ ഒന്നും റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ഉള്ള കാര്യം പറയാലോ, എൻ്റെ ഇൻസ്റ്റ ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും കുറേ ആൾക്കാർ കമന്റ് ഇട്ട് ഡാനി എൻ്റെ ചാനലിൻ്റെ പേര് പറയാം. കാരണം താല്പര്യമില്ല, പേര് സഹിതം എടുത്ത് പറഞ്ഞിട്ട് ഇനി ചിലപ്പം ആൾക്കാർ പോയി നോക്കാം, ചിലപ്പം കുഴി ചാടാതിരിക്കട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇപ്പം ഇതിൻ്റെ റേറ്റ് ആണ് 7,499. അത് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് നേരത്തെ വേറൊരു തുണിക്കടയിലെ ഇതേ സെയിം സാധനം തന്നെ ആ ചേച്ചി സിമ്പിളായിട്ട് വന്നിട്ട് വേണ്ടേ സംഭവം നല്ല അടിപൊളിയാക്കി അങ്ങ് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര ആണ് അവർ പറയുന്നത് വെച്ചാൽ 4,999 കൂട്ടിക്കും, 4,400 കാണാൻ തോന്നുന്നു. ഓക്കെ, അവർ നല്ല സിമ്പിളായിട്ട് ഇത് കൂട്ട് അത്തപ്പൊന്നുമില്ല, ക്യാമറമാനൊന്നുമില്ല, വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ഒരു ക്യാമറ ഫോണിലെടുത്ത് ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആടി കളിക്കുന്നത് മാത്രം. സോറി ചേച്ചി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് റൗണ്ട് അടിക്കുന്നു. ഇനിയിപ്പോൾ വേറെ രീതിയിലൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കും, ഡാനി അങ്ങനെ പറഞ്ഞെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സെയിം സാധനം, ആ സെയിം ക്വാളിറ്റി, ഒരു മാറ്റവും ഇല്ല. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ മറ്റേത് അഹാന കൃഷ്ണ, അൻസിക, ഈ പറഞ്ഞ സിന്ധു, അവരൊക്കെ എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലേ സത്യം പറഞ്ഞാൽ. അവരെ പോലുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. വേറെ ഒന്നുമല്ല, അത്തപ്പൂ ഇട്ടായിരുന്നല്ലോ, നമ്മൾ ആ ഒരു വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഈ അത്തപ്പൂവിൻ്റെ ചിലവ്, പിന്നെ അതുപോലെ തന്നെ ക്യാമറമാൻ്റെ ചിലവ്, പിന്നെ എഡിറ്റ് ചെയ്യുന്നവൻ്റെ ചിലവ്, ലൈറ്റിങ്, സെറ്റിങ്. ഞാൻ പറയാനറിയാലോ, പണ്ട് അമ്മൂമ്മയുടെ വീഡിയോ കണ്ടവർക്കറിയാം. ഈ അടുത്ത സമയത്ത് ഞാൻ ചെയ്തായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഒരു ഓരൻ ഉണ്ടാക്കി കൊടുത്ത്, സ്റ്റൗവിൻ്റെ പരസ്യം ക്രിസ്മസിന്, സോറി ഓണത്തിന്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ പൂവും അത് ഇത് മറ്റേത് മറിച്ചത് എല്ലാം സെറ്റ് ചെയ്തിട്ട് അമ്മൂമ്മയ്ക്ക് ഒരു ഓരൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് പ്രൊമോഷനാണ്, ഈ ഇടയ്ക്കാണെന്ന് നാട്ടുകാർക്ക് അത് മനസ്സിലായത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ അമ്മൂമ്മയ്ക്കൊക്കെ കൊണ്ടു കൊടുക്കണമെന്നെങ്കിൽ പായസമോ കാര്യങ്ങളൊക്കെ ആണല്ലോ, അതാകുമ്പോൾ ഉണ്ടാക്കി വരാൻ ബുദ്ധിമുട്ടി. നമ്മൾ പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ. 1-2 ലക്ഷം രൂപ ചിലപ്പോൾ പ്രൊമോഷനെ കിട്ടി കാണുമായിരിക്കും. അപ്പോൾ ചേച്ചി അന്നേ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പുള്ളി ഒരു വേറെ ലെവലാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇത് നല്ല അന്തസ്, അടിപൊളി വെർത്ത്. ഈ അത്തപ്പൂ അത് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ചാർജ് കൂടെ ഇതിനകത്ത് അങ്ങ് പുള്ളിക്കാരങ്ങ് കയറ്റും നൈസായിട്ട്. അതായിരിക്കും 7,499 രൂപ. നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പോഴും ഇത് മേടിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. കാരണം ഇവരാണല്ലോ, ഇവരെല്ലാം പ്രൊഡക്റ്റ് എല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്നല്ല പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ദിയാകൃഷ്ണയ്ക്ക് ഒരു വിഷയം വന്ന സമയത്ത് മലയാളികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചെയ്യുന്ന, ശത്രുക്കൾ പോലും കൂടെ ചെയ്യുന്ന യൂട്യൂബേഴ്സ്, ഇവർക്ക് നല്ല രീതിയിൽ ഇവരെ ട്രോളുന്ന ആൾക്കാർ വരെ ഇവർക്കെതിരെ വീഡിയോസ്, ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടാൻ തുടങ്ങി. ഞാൻ ഉൾപ്പെടെ ഇട്ടു. ഏറ്റവും കൂടുതൽ ഇവർ കാരണം പ്രശ്നത്തിലായ ഒരു യൂട്യൂബറാണ് ലൈഫ് ഓഫ് അനന്ത് എന്ന് പറയുന്ന യൂട്യൂബർ. അദ്ദേഹം ഉൾപ്പെടെ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് വരെ തെളിവ് സഹിതം പുള്ളിക്കാരൻ കൊണ്ടു വന്നു. ഓക്കെ, എന്തായാലും നമുക്കിനി ഞാൻ പറയാൻ വന്ന പോയിന്റ് സത്യം അങ്ങ് വിട്ടുപോയി. ആ മലയാളികളെയാണ് ഇവർ പറ്റിച്ചത്. അത്രയും കൂടെ നിന്ന് കട്ടയ്ക്ക് നിൽക്കുന്ന മലയാളികളുടെ അടുത്താണ് ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്. 3,000, 4,000, 5,000 രൂപ ലാഭത്തിന് വേണ്ടി ഓരോ പാവങ്ങളെടുത്ത് കൊണ്ടിടും. ഓബയൂസി നിർത്തിയാണ്, അല്ലെങ്കിൽ അഹാനയുടെ ഇവിടെ നിർത്തുകയാണെന്ന് പറയാമല്ലോ. ഇനി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു പെണ്ണാണ്. ഈ പെണ്ണിൻ്റെ അക്കൗണ്ടിലാണ് ഞാനിത് കാണാൻ തുടങ്ങിയത്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് തരാം. അഹാന കൃഷ്ണയുടെ പേജിൽ നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളർ അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റഡ് വരുന്ന
ഇതാണ് ഇവരുടെ ബൊട്ടീക്കിലുള്ള സാരി. ഇതിന് വില വരുന്നത് 2000 രൂപയാണ്. പക്ഷെ ഇതേ സാരി നിറവ്യത്യാസം മാത്രമേ ഉള്ളേ. ആ നിറവ്യത്യാസത്തിന് ഇവർ ഹൈ ചാർജ് ആണ് ഈടാക്കുന്നത്. അതായത് 2000 രൂപയ്ക്ക് ഇവിടെ നിൽക്കുന്ന അതേ സാരി അഹാനയുടെ പേജിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 7000-നും 8000-നും 10,000-നും ഒക്കെയാണ്. ഇത്രയധികം വ്യത്യാസം ഒരേ സാധനത്തിന് തന്നെ മേടിക്കാൻ ഇവർ കൊള്ള ലാഭം നേടാനല്ലേ ശ്രമിക്കുന്നത്. ഇനി അന്ധമായിട്ട് അഹാദിഷികനെ, സിയനെ, അഹാനെ ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ പറയും അത് വേറൊരു മെറ്റീരിയൽ, ഇത് വേറൊരു മെറ്റീരിയൽ എന്നൊക്കെ. ഈ ഓർഗൻസ എന്ന് പറയുന്ന ഒറ്റ മെറ്റീരിയലാണ്. ഓർഗൻസയ്ക്ക് അങ്ങ് ഹൈ എൻഡിൽ നിൽക്കുന്ന ലക്ഷറി ഓർഗൻസ, അങ്ങ് താഴെ നിൽക്കുന്ന ലോക്കൽ ഒരു കറക്റ്റായിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഹാനയുടെ. പിന്നെ അതുപോലെ തന്നെ മറ്റേ സ്ത്രീയുടെയും കൂടെ വെച്ച് കമ്പയർ ചെയ്തിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വന്ന് നിങ്ങളോട് പറഞ്ഞു പോകുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. ഇത് ക്വാളിറ്റി എല്ലാം സെയിം തന്നെ. പിന്നെ മറ്റേവർ ഇടുന്ന പേജും ഇവർ ഇടുന്ന പേജും തമ്മിൽ ഇവർ പിന്നെ ഹൈ ലെവൽ ടീമാണെന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഓക്കെ, എന്തായാലും പെണ്ണ് പറയുന്നത് കേക്ക് ഒന്നുമില്ല. ആദ്യം കാണിച്ച 2 സാരികളും ഓർഗൻസിയാണ്, സെയിം കളറാണ്. അഹാന തയ്പ്പിച്ചിരിക്കുന്ന ബ്ലൗസിന്റെ കളർ ഗ്രീൻ ആണെങ്കിൽ മിഥുന തയ്പ്പിച്ചിരിക്കുന്ന ബ്ലൗസിന്റെ കളർ ക്രീം. അത്രയും വ്യത്യാസമുള്ളൂ. ആ ഒരു വ്യത്യാസത്തിന്, ആ കളർ വ്യത്യാസത്തിനാണോ 4000-3000 രൂപ എക്സ്ട്രാ ഇത് മേടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഇതിന്റെ സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ രുക്മിണി എന്ന് പറഞ്ഞ ആദ്യം അഹാന പോസ്റ്റ് ചെയ്ത ആ പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആണ്. എനിക്കറിയാം ഇത്രയും പണം കൊടുത്ത് പറ്റിക്കപ്പെടാനായിട്ട് ഇപ്പോഴും മലയാളികൾ ക്യൂ ആണോ? അതാണ് സംശയം. കാരണം ആ പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. 7000, 10000, 15000 ഒക്കെ കൊടുത്ത് സാരി മേടിക്കുന്നത് തെറ്റല്ല. പക്ഷെ അത്രയും ക്വാളിറ്റിയുള്ള, അത്രയും ആ പ്രൈസിന് വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മേടിച്ചൂടെ? അല്ലാതെ ഒരേ സാധനം 2 വിലയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കിക്കൂടെ കൂടുതൽ വില വെച്ച് വിൽക്കുന്ന ആൾ അവിടെ തട്ടിപ്പാണ് നടത്തുന്നതെന്ന്. ഇത് മാത്രമല്ല, ഈ സിയയുടെ ഓൺലൈൻ പേജിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ ഇവരുടെ ഉദ്ദേശവും ഇവരുടെ ലക്ഷ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഈ സിയ എന്ന് പറയുന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്യാനുണ്ടായ ഒരു പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് അമ്മയും അവരുടെ മക്കളും ചേർന്ന് അവർക്ക് എല്ലാവർക്കും പാഷനിൽ ഒരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് കുറെ അധികം സ്നേഹം മലയാളികളിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ആ മലയാളികൾക്ക് സ്നേഹം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മലയാളികളോടുള്ള നന്ദി പ്രകടനമായിട്ട് അവർ ലോഞ്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഷോപ്പാണ്, ഒരു ഓൺലൈൻ. കഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. മലയാളികളെ വഞ്ചിക്കുക സത്യം പറഞ്ഞ ഈ ഒരു ഫാമിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത്. പല കാര്യത്തിലാണെങ്കിൽ പോലും സബ്സ്ക്രൈബേഴ്സിനെ ഇവർ മണ്ടരാക്കുന്നുള്ള രീതിയിലാണ്. അവർക്കൊരു വാല്യൂ കൊടുക്കണം. അവരുകൊണ്ടാണ് ഈ ഒരു നിലയിൽ എത്തിയെന്നുള്ള ഒരു ചിന്തയെങ്കിലും നിങ്ങൾക്ക് വേണം. എല്ലാവരുടെയും മുമ്പിൽ പറയും, ദിയൊക്കെ വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം നടത്തിയത് എൻ്റെ സ്വന്തം ചിലവ് കൊണ്ടാണ്, ഞാൻ അതുകൊണ്ടാണ് ഇതാണ്. നിങ്ങളൊക്കെ വലിയ ഡയലോഗ് അടിക്കുമല്ലോ. ഈ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അടുത്ത് മാത്രമേ ഉണ്ട്, ഈ സബ്സ്ക്രൈബ് ഉള്ള കാലം മാത്രമേ ഉള്ളൂ. ഞാനാണെങ്കിലും താനാണെങ്കിലും ആരാണെങ്കിലും ശരി, അത് ഓർത്താൽ നല്ലതായിരിക്കും. എവിടാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഇത്രയും നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക. അല്ലാതെ ചുമ്മാ അതിനോട്ട് വന്നിട്ട് വലിയ ഡയലോഗ് അടിച്ചാൽ മാത്രം പോരാ. ഇവരൊക്കെ ഇട്ടിട്ട് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ ഈ ഒരു ഇത് ബൊട്ടീക്കാണ്, ക്ലോത്തിങ് ബ്രാൻഡാണ് സിയ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. മലയാളികൾ കൊടുത്ത സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്താനായിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു പുതിയ മാർഗം സിയ. Sindhu Krishna, Ahana Krishna, Ishani Krishna, Hansika Krishna brings you a brand that's been loved and nurtured in the hearts for quite some time now. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയായിരുന്നു. ഇവർ ഇതിൻ്റെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ്, അല്ല അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത സമയത്ത് ഈ അഹാന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അമ്മൂമ്മയ്ക്കെതിരെ. ഇട്ട് കഴിഞ്ഞിട്ടും ഈ ഒരു തുണിക്കടയുടെ അവർ പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് പ്രൊമോഷൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നുന്നു അതിന് വേണ്ടി ഒരു കോൺട്രവേഴ്സി പോലെ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു തോന്നുന്നത് അപ്ലോഡ് ചെയ്തത്. പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഈ സാരിയുടെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളാണ് ഞാൻ ഈ പറയുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവർക്ക് വേണ്ടി എങ്ങനെയാണോ സ്നേഹത്തോടെയും കരുതലോടെയും കൂടി സാരികൾ എടുക്കുക, അതേ സ്നേഹത്തോടെയും കരുതലോടും കൂടി നാട്ടിലുള്ള നാട്ടുകാർക്കും കൂടെ വേണ്ടിയിട്ട് എടുത്ത ലിമിറ്റഡ് സ്റ്റോക്കുള്ള കുറച്ച് ഐറ്റംസ് ആണ് അവരുടെ സൈറ്റിലുണ്ടാവുക. അവരുടെ സ്നേഹത്തിനും അവർക്ക് നമ്മൾ കൊടുത്ത സ്നേഹത്തിനും നമ്മളോട് പകരം കാണിക്കുക, അല്ലെങ്കിൽ നന്ദി പ്രകടനം നടത്തുക എന്നൊക്കെയാണ് ചുരുക്കത്തിൽ അവർ ഉദ്ദേശിക്കുന്നത്. Every piece at Sia is one that has touched our hearts, not just in terms of how it looks but also its quality. Let's make this, our collection is limited to bring only the best to you. ഏറ്റവും നല്ലത് മാത്രം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഞങ്ങൾ കൈകൊണ്ട് തന്നെ കണ്ടുപിടിച്ചെടുത്ത, ഞങ്ങളെല്ലാം വ്യക്തിപരമായി പോയി നോക്കി എടുത്തുകൊണ്ട് വന്ന കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. The brand was born because our followers have been admiring our fashion for years. The desire to give back that love is what brought to us Sia.
ഞങ്ങളുടെ ഫോളോവേഴ്സ് ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു, കരുതലോടെ കണ്ടിരുന്നു. ഞങ്ങളുടെ ഫാഷൻ ടേസ്റ്റിനെ, ഫാഷൻ സെൻസിനെ അവർ അഡ്മയർ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ സ്നേഹവും ആ കരുതലും ഒക്കെ ഞങ്ങളുടെ ഫാഷൻ ടേസ്റ്റിലൂടെ തന്നെ സെൻസിലൂടെ തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കുകയും അങ്ങനെ സിയ ലോഞ്ച് ആവുകയും ചെയ്തു. ഇത്ര മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ പൊതിഞ്ഞ വാക്കുകളോട് കൂടി നിങ്ങളെ ഞങ്ങൾ സേവിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണ പടർത്തി കച്ചവടം നടത്താനും തട്ടിപ്പ് കച്ചവടം നടത്താനും വേണം ഒരു കഴിവ്, അല്ലെ? വളരെയധികം സാരികളുണ്ട് കേട്ടോ. ഡെസേർട്ട്, ഇവർ ഓരോ സാരിക്കും ഓരോരോ പേരിടും. അത് ആ പേരിടുന്നതിനും അവരുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനങ്ങൾ അലങ്കരിക്കുന്നതിനും ഫോട്ടോഗ്രാഫിക്ക് ഇവർക്ക് ഇൻവെസ്റ്റ് ആവുന്നതും ഒക്കെ കൂടി കൂട്ടി അതിന്റെ ഇരട്ടിയാണ് ഇവർ ആ ഒരു സാരിയിൽ നിന്ന് കൊള്ളലാഭം കൊള്ളുന്നത്. എന്തായാലും ഡെസേർട്ട് റോസ് എന്നൊക്കെ പേര് പറഞ്ഞ സിന്ധു കൃഷ്ണ കൊടുത്തിരിക്കുന്ന സാരിക്ക് അവർ 12,000 രൂപ വാങ്ങുന്നുണ്ട്. ചുലൈറ്റ് ബ്ലിങ് എന്ന് പറഞ്ഞ ഇഷാനി കൊടുത്തിരിക്കുന്നതിന് 17,000 രൂപ വാങ്ങുന്നുണ്ട്. ഇനി ഹൻസിക കൊടുത്തിരിക്കുന്ന കോപ്പർ രാഗ എന്ന് പറയുന്നതിന് 13,500 അല്ലെങ്കിൽ 12,500 വാങ്ങുന്നുണ്ട്. സോ ഇനി രുക്മിണി എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ കാണിച്ച ആ സാരിക്ക് 7,500 വാങ്ങുന്നുണ്ട്. സോ ഇവർ പരസ്യമായിട്ട് തന്നെ നിങ്ങളെ ഞങ്ങൾ പറ്റിക്കുകയാണ്, നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി നിന്ന് തന്നോളൂ, ക്യൂവിൽ നിൽക്കൂ എന്നുള്ള രീതിയിൽ പരസ്യമായി നാട്ടുകാരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. സാരി സ്റ്റോറീസ് ബൈ മിഥില എന്ന് പറയുന്ന ചാനലിനകത്തും ഇതേ സാരി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്, ഇതേ മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ ആ സാരി ഇപ്പോഴും അവൈലബിൾ ആണ്. അതെ, 4,700 5,000 രൂപയ്ക്ക് ഇപ്പോഴും അത് അവൈലബിൾ ആണ്. പക്ഷെ രുക്മിണി എന്ന് പറയുന്ന അഹാന കൊടുത്തിരിക്കുന്ന 8,000 രൂപയ്ക്കുള്ള അതേ സാരി സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. അതാണ് മലയാളികളുടെ വിഷയം. ഫെയിമുള്ള അല്ലെങ്കിൽ 4 പേർ അറിയാവുന്ന അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള സക്സസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്ന് എന്ത് പറഞ്ഞാലും അത് സത്യമാണെന്ന് വിശ്വസിച്ച് എത്ര പണം വേണമെങ്കിലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും മുടക്കാനും നമ്മൾ തയ്യാറാവും. മലയാളികള് മണ്ടരാണ് ചില കാര്യത്തില്, അതങ്ങനെയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. ചില കാര്യത്തിൽ ആരെങ്കിലും വിശ്വസിച്ച് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് ശരിയെന്ന് കരുതുന്ന കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പല ബ്രാൻഡുകളും ഈ സിനിമാ താരങ്ങളെ വെച്ചും സെലിബ്രിറ്റീസിനെ വെച്ചും പരസ്യങ്ങൾ ഇറക്കി വിടുന്നത്. കാരണം സെലിബ്രിറ്റീസ് നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ എത്ര രൂപയാണെങ്കിലും അത് നല്ലതാണെന്ന് അവർ പറഞ്ഞാൽ നമ്മളത് വാങ്ങിക്കും. അത് ക്രീം ആയാലും ശരി, വസ്ത്രമായാലും ശരി, കറി മസാല ആയാലും ശരി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആയാലും ശരി. അതുകൊണ്ടാണ് പല വലിയ വലിയ ബ്രാൻഡുകളും ടൊവിനോയിനെ, മഞ്ജു വാര്യരെ പോലെയുള്ള കോടികൾ മുടക്കി അവരെയൊക്കെ ബ്രാൻഡ് അംബാസഡറായി വെച്ചിരിക്കുന്നത്. കാരണം ആ സെലിബ്രിറ്റീസിന്റെ ഫേസ് വെച്ചുകൊണ്ട് നമ്മളെല്ലാം പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹാനയും ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അവരൊരു മനോഹരമായ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്നു, അവർ തന്നെ ആ സാരികളെല്ലാം മുടുക്കുന്നു, മനോഹരമായി ഫോട്ടോയിൽ അത് ക്യാപ്ചർ ചെയ്യുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വളരെ മനോഹരമായി അലങ്കരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു ലക്ഷറി ഫീൽ മനുഷ്യരിലേക്ക് കിട്ടുകയും ആ ലക്ഷറി ഐറ്റം സ്വന്തമാക്കാൻ വേണ്ടി 4,000 കിട്ടുന്ന അതേ പ്രൊഡക്റ്റ് പോയി 8,000 മേടിക്കുകയും ചെയ്യുന്നു. അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയും ചെയ്യുന്നു. ഇതൊരു സൈക്കോളജിക്കൽ തന്ത്രമാണ്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അഹാനയും സിന്ധു കൃഷ്ണയും അല്ലെങ്കിൽ സഹോദരിമാരും കൂടെ കൂടി അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഈ പറയുന്ന ഓൺലൈൻ പേജിനകത്ത് അല്ലെങ്കിൽ സിയക്കകത്ത് എനിക്ക് തോന്നുന്നു ദിയാ കൃഷ്ണയ്ക്ക് പങ്കില്ലാന്ന് തോന്നുന്നു. ദിയാ കൃഷ്ണ മറ്റൊരു ഓൺലൈൻ ജ്വല്ലറി ബിസിനസ് ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാലും സിയ എന്ന് പറയുന്ന ഇവരുടെ ഓൺലൈൻ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന 6 പേരെയാണ്. ഇവരുടെ കുടുംബത്തിലെ തന്നെ അച്ഛൻ, അമ്മ, 4 സഹോദരിമാർ. പക്ഷെ അശ്വിൻ ഗണേഷിനെ എന്തുകൊണ്ടോ ഫോളോ ചെയ്യുന്നില്ല. അശ്വിൻ ഇവരുടെ കുടുംബത്തിലെ അല്ല എന്ന് തോന്നുന്നു. അത് എപ്പോഴും പുറത്ത് മാത്രം നിൽക്കുന്ന ദിയയുടെ ഹസ്ബൻഡ് ആണ് എന്നതിലപ്പുറത്തേക്ക് അവരുടെ കുടുംബത്തിനകത്തേക്ക് ഇപ്പോഴും അശ്വിനി കയറാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി നാളെ ഒരു നിമിഷം കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞാൽ അവരെ ഫോളോ ചെയ്യുമെന്ന് അറിയില്ല. കാരണം അശ്വിനി ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യം അർജുനായാലും നിമിഷനായാലും ഒക്കെ ആ വീട്ടിലുണ്ടെന്ന് പല വ്ലോഗുകൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ഇപ്പം മറ്റവനൊരു വില കൊടുക്കുന്നില്ല അവർ, സത്യം പറഞ്ഞാൽ. ഈ അടുത്ത സമയത്ത് ഒരു ട്രോഫിയും പിടിച്ചുകൊണ്ട് അവൻ നിൽക്കുന്ന ഒരു നിപ്പ് കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്തോ വിഷമം തോന്നിയായിരുന്നു. ഒരു കോമഡി പീസായിട്ടാണ് അവനെ കാണുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഇപ്പോൾ പറയുന്ന ഒസിൽ അവിടുത്തെ CEO എന്നൊക്കെ പറഞ്ഞ് നടക്കുകയൊക്കെയുണ്ട്. കണ്ടറിയാൻ എന്തൊക്കെയാണ്. ആരെ ഫോളോ ചെയ്യണമെന്നുള്ളത് അവരുടെ വ്യക്തിപരമായ ഉദ്ദേശവും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു മകനായ അല്ലെങ്കിൽ മരുമകനായ അശ്വിനെയും കൂടി ഫോളോ ചെയ്യാമായിരുന്നു. അവരുടെ അച്ഛനെ അടുപ്പിക്കുന്നില്ല, അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ പറയാൻ അറിയാമല്ലോ. ഓക്കെ ഗൈസ്, എന്തായാലും ഈ ഒരു എക്സ്ക്ലൂസീവ് കൊണ്ടുവന്ന ഈ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ചാനലും കൂടെ ഒന്ന് പോയി നോക്കിയാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. കാരണം അവർ അത്യാവശ്യം അപ്ഡേറ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്. രേഖ നായർ എന്ന് കണ്ടാണ് അവരുടെ പേര്. രേഖ റിയാക്ട്സ് എന്ന് കണ്ടാന്ന് തോന്നുന്നു അവരുടെ ചാനലിൻ്റെ പേര്. ജസ്റ്റ് ഒന്ന് ഫോളോയും കൂടെ ചെയ്തോ. ബൈ, ലവ് യു.